ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് വളഞ്ഞ വഴി അറിയില്ല. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. മുഖത്തടിച്ച പോലെ പറയില്ല, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. താല്പര്യമില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. ഭാവി ഉർവശിയാണ്. ഇത് കേട്ട അമ്മേനെ തന്നെ. മമ്മൂക്കയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് അധികം ഓവറാക്കണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ അല്ല, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മമ്മൂക്ക വെള്ളം പോലെയാന്ന് പറഞ്ഞപ്പോൾ മീഡിയയിൽ വന്നു മമ്മൂക്ക വെള്ളമാണ്, മമ്മൂക്ക ഫുൾ ടൈം വെള്ളമാന്ന് പറഞ്ഞു. മമ്മൂക്ക എന്നെ ചീത്ത പറഞ്ഞായിരുന്നു, ആരെ വിളിക്കണേ? അപ്പൊ അവര് മമ്മൂക്ക എടുക്കണോ? എന്നിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇന്നർ പീസ് വേണം. ഇന്നർ വേണം, അത് വേറെ കാര്യം. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ ഭയങ്കര ചില്ലാണ്, പൊട്ടിയാണ്, മണ്ടിയാണ്. എനിക്ക് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ പറയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ വലിയൊരു സിനിമാ നടിയാവും, എന്നിട്ട് ഞാൻ എന്നെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കും കണ്ണാടിയോട്, എന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയും. സ്റ്റിൽ ഞാൻ ഇവിടെ നിന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലേ. ഞാൻ കണ്ണാടി നോക്കിയിരുന്ന് ടൂത്ത് പേസ്റ്റും പിടിച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്തത് എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്. Every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഭാവി ഉർവശിയാണ്. പക്ഷെ അത് ഓൺ ചെയ്യുക, ആ ഒരു ഹാപ്പിനെസ്. സ്റ്റിൽ നമ്മള് ഒരാളെ പറ്റി നല്ലത് പറയാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്, അല്ലേ? നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സ്വരവും നമ്മുടെ നാവും നമ്മുടെ സമയവും അത് നമ്മുടെ മാത്രമാണ്. അത് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ പറയുമ്പം അയാൾ ആ ചെയ്യുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നുണ്ട്, എത്ര ആൾക്കാർ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഓൺ ചെയ്യുക, അവരുടെ ആ ഹാപ്പിനെസ് നമ്മൾ അങ്ങ് എടുക്കുക. അത് എടുത്തിട്ട് അന്നത്തെ ദിവസം ഫുൾ അതൊരു മാലയായിട്ട് കോർത്ത് അങ്ങ് ഇടുക എന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ഇനി തൊട്ടടുത്ത ദിവസം ആരും പറഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസം ഞാൻ ആൾക്കാരെ കാണുമല്ലോ, അല്ലെങ്കിൽ അടുത്ത ദിവസം നല്ല പരിപാടി ചെയ്യാൻ പോവാണല്ലോ, അടുത്തൊരു ദിവസം എനിക്കുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റിൽ വി നീഡ് മണി. നമുക്ക് നല്ല വീട് വേണം, ജോലി വേണം, എല്ലാം നമുക്ക് വേണം. ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഹാവ് എ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ആൻഡ് ജോലിയും ഇല്ല, പൈസയും ഇല്ല, ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. നിങ്ങൾ വീട്ടിലിരിക്കുവാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. വേറെ എന്തെങ്കിലും ഒരു വലിയ അസുഖമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ജോലിയും ഇല്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥ ആലോചിക്കുക. അങ്ങനെ നമുക്ക് അന്ന് നമ്മൾ ഊണ് കഴിച്ചു, നമുക്ക് അന്ന് ചോറെങ്കിലും കിട്ടി, അന്ന് ഊണെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 2 കൈയുണ്ട്, 2 കാലുണ്ട്, നമുക്ക് 2 കണ്ണുണ്ട്. ഇതിനെയൊക്കെ പറ്റി തന്നെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. സ്റ്റിൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ആ കിടക്കുന്ന ബെഡിനോടെങ്കിലും ഒരു താങ്ക് യു പറയുക. അന്നത്തെ ദിവസം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയല്ലോ. നമ്മൾ ഈ കൊച്ചി കൂടെ പോകുമ്പോൾ എത്ര പേര് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്, അല്ലേ? കൊതുകടിയും കൊണ്ട് പുതപ്പ് പോലും ഇല്ലാതെ. അപ്പം അന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ തലയോണയോടെങ്കിലും ഒരു താങ്ക്സ് പറയുക. അന്ന് സുഖമായിട്ട് എന്നെ കിടത്തിയല്ലോ എന്നോർത്തൊരു താങ്ക്സ് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ. എപ്പോഴും നോർമലി ആൾക്കാർ പറയും നിങ്ങൾ ഭയങ്കര സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രിവിലേജ്, നിങ്ങളെ ക്യൂവിൽ കയറ്റി വിടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിക്കുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയവും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ല. ഓരോ സമയവും എടുത്ത് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടാണ് എല്ലാവരും ഓരോ റേസിൽ വിൻ ചെയ്യണത്. ഒറ്റയ്ക്കൊരു റേസ് വിൻ ചെയ്യാൻ പറ്റുന്ന വിഷ്ണു തോന്നുന്നു സാക്രിഫൈസ് ഉണ്ട്. ഇല്ല, ഒറ്റയ്ക്ക് ഒരാൾക്കും റേസ് വിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള എത്ര പേരെ കാണാൻ പറ്റും? എത്ര പേരെ കാണാൻ പറ്റും? അതിൽ എത്ര പേര് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും, എത്ര പേര് സെക്കൻഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും? സ്റ്റിൽ വി ആർ ഗോയിങ്. ഇപ്പോഴും മമ്മൂക്കയോട് ചോദിച്ചാൽ മമ്മൂക്ക എന്താ പറയുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലേ? അത് ചിലപ്പം അദ്ദേഹം നമുക്ക് വിചാരിക്കും ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പറഞ്ഞാൽ അല്ല. അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം സ്റ്റിൽ ഡയറക്ടറിനോട് ചോദിക്കുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പറഞ്ഞു തരുമെന്ന്. നമ്മൾ സീരിയസ്ലി മമ്മൂക്കയാണോ ഇത് ചോദിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എനിക്ക് എക്സാമ്പിൾ പറയാൻ എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് അതേ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും, എൻ്റെ അമ്മ ലേറ്റ്ലി കുറച്ച് നാൾ മുന്നേ പറഞ്ഞ
എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ അതിനു മുമ്പേ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു എനിക്ക് വീട്ടിലിരിക്കാൻ ഒരു നിമിഷം ഒരു സമയമില്ല, ജോലി ചെയ്ത് മടുത്ത് ഞാൻ എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു 6 കൊല്ലം മുന്നേ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് നടുവ് നിവർത്താൻ പോലും പറ്റുന്നില്ല, വീട്ടിൽ വരുമ്പോൾ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കല്ലേ, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പണി ചെയ്യുന്ന പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇന്ന് അമ്മയ്ക്ക് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. സ്റ്റിൽ അമ്മ കംപ്ലയിൻറ്റ് ചെയ്യുവാണ്. അപ്പം അമ്മ സൈലൻ്റായി, അമ്മ ഒന്നും പറയണില്ല. അന്നമ്മ ഞാനിത് കംപ്ലയിൻ്റ് ആയിട്ട് പറയല്ല, അന്നമ്മ ബസ് കയറി ഭയങ്കര കഷ്ടപ്പെട്ട ജോലി സ്ഥലങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നമ്മ പറയുകയാണ്, അമ്മ സ്റ്റിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കേട്ട അമ്മ എന്നെ തല്ലി. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? അപ്പോഴാണ് അമ്മ റിയലൈസ് ചെയ്യുന്നത്, നമുക്കുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയില്ല വിഷ്ണു. നമുക്കൊന്ന് ഇല്ലാണ്ടാവുമ്പോഴേ അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാളുണ്ടാവുമ്പോഴേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് നമ്മളെ ഒരു പിച്ച് കിട്ടുമ്പോഴാണ് അയ്യോ അവിടെ ദശയുണ്ടെന്നെങ്കിലും നമ്മൾ ഓർക്കണത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അറിയില്ല അവിടെ ഇങ്ങനെ ഒരു സംഭവം, അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. ഇതൊക്കെ എൻ്റെ തലയിലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു റെസ്റ്റിംഗ് ഫേസ് എൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കണതും. ഓരോ മൊമെൻറ്റിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കണ്ണാടി നോക്കിയിരുന്ന് ടൂത്ത് പേസ്റ്റും പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട്. ഞാൻ വലിയൊരു സിനിമാ നടിയാവും, എന്നിട്ട് എന്നെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ ചോദിക്കും കണ്ണാടിയോട്, എന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയും. സ്റ്റിൽ ഞാൻ ഇവിടെ നിന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലേ. സോ അത് ഐ ആം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നേ. അതിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് ഒരുപാട് വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നൊന്നും നിർബന്ധമില്ല. എവിടെ നിൽക്കുന്ന ആൾക്കാണെങ്കിലും അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും. അത് കഷ്ടപ്പെട്ട് ജീവിക്കാതെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ഗ്രേറ്റ്ഫുൾ ആയ ഗ്രേസിനെ കാണാൻ പറ്റി. ഗ്രേറ്റ്ഫുൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷേ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ലൈഫിലെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഈ ആളുകൾ ചോദിക്കുന്നുള്ളതിൻ്റെ അപ്പുറത്ത് പലപ്പോഴും നമുക്കും കൂടി തോന്നും ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഘടകം. അതായത് അതിനെ ഇപ്പോൾ നമ്മളിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നൊന്നും ആയിട്ട് പറയണ്ട. ചിലപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരാൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള ഒരാൾ, നമ്മളെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സർക്കിളിൽ പൂർണ്ണാവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരാൾ. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളോട് ചിരിക്കുന്ന ചിരി ഫേക്കാണോ ഒറിജിനലാണോ എന്നെങ്കിലും മനസ്സിലാക്കുന്ന പോലത്തെ ഒരാൾ വേണമല്ലോ നമുക്ക്. അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കേസ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടേ നമുക്ക് എല്ലാവരെയും നമ്മുടെ സർക്കിളിലേക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഒരാളെ വിശ്വസിച്ച് അയാളുമായിട്ട് നല്ലൊരു സൗഹൃദമൊക്കെ വന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളല്ല ഇയാളെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു അതൊരു പെയിനാ. അതിൽ നിന്ന് റിക്കവർ ആവാൻ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക്. ഞാൻ വെറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ നിന്ന് ഞാൻ മാറും. ഞാൻ അവരെ ശല്യം ചെയ്യില്ല. എനിക്ക് 2 എക്സ്ട്രീമുള്ള, എനിക്ക് നടുക്കത്ത് നിൽക്കണ പരിപാടി ഇല്ല. ഒന്നില്ലേ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ആ എക്സ്ട്രീമാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് എനിക്കൊരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കണത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വെദർ ഇറ്റ് ഈസ് യുവർ മമ്മോ ഡാഡ് ഓർ യുവർ ഹസ്ബൻഡ്, ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമുക്ക് വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. അത് തന്നെ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയതാ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കാമുകൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് എനിക്കിതാ വേണ്ടത്, എനിക്കിങ്ങനെ ചെയ്തു തരണം, എനിക്കിങ്ങനെ ഞാൻ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കാം. സോ അവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ളൊരു ഡേറ്റിനേക്കാൾ ഉപരി എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. സിമ്പിൾ ഫോർ ലൈക്ക് എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നത്, ഹാൻഡ് ബാഗ് ഒന്ന് പിടിക്കുന്നത്. ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ പിടിച്ചാൽ മതി, എൻ്റെ ഹാൻഡ് ബാഗ് പിടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമ്മൾ തിയറിനേക്കാൾ ഉപരി നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ലെറ്റ് ദം എക്സ്പീരിയൻസ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും അത് ചെയ്യാൻ തുടങ്ങും. എനിക്ക് OCD പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയും, നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ നിർത്തി ഞാൻ പറയും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് അവരോട് പറയുന്നതിലുപരി ഞാൻ ആദ്യമേ എല്ലാം നീറ്റാക്കി വെക്കും. വീണ്ടും ഒരു മെസ്സി ആക്കുമ്പോൾ ഞാൻ വീണ്ടും നീറ്റാക്കും.
അപ്പോൾ അവർ ഇത് ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ഞാൻ നീറ്റാക്കിയതാ. അപ്പോൾ തേർഡ് ടൈം അവരെന്ത് ചെയ്യും, അവർക്ക് മെസ്സിയാക്കാൻ തോന്നത്തില്ല. കാരണം അവർ എൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കും. അത് ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഒരാൾ വൃത്തികേടാക്കാനും ഒരാൾ വൃത്തിയാക്കാനും നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനോട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മൈൻഡ് സെറ്റുള്ള അതേ വിവേക ബുദ്ധിയുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് എങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇത് പറയാതെ പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാവും. അതൊരു കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് വളഞ്ഞ വഴി അറിയില്ല. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലെന്ന് തന്നെ പറയും. അത് ഞാൻ തുടക്കമേ പറയും. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് മുഖത്തടിച്ച പോലെ പറയില്ല. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയും. അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളത് തുടക്കമേ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. അപ്പോൾ ഡിസ്ക്ലെയിമർ ആദ്യം കൊടുക്കണോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നിട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഓക്കെ ടാറ്റ ബൈ ബൈ. കാരണം എനിക്ക് ആരുടെയും സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പ്രാക്ടിക്കൽ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. വിഷ്ണു വിശ്വസിക്കാന്നറിയില്ല, ഒരാളും ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷം ആവാൻ പോകുന്നു. ഇല്ല, വന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് സംഭവം കൊടുക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു ഗേൾഫ്രണ്ട് മെറ്റീരിയൽ അല്ല, തുടക്കമേ തന്നെ പറയാം. പക്ഷേ എനിക്ക് ലൈഫിനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഉള്ളിലൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു സിൻഡ്രലയുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനെ അത്രയില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ ഭയങ്കര ചില്ലാണ്, ഞാൻ ഭയങ്കര പൊട്ടിയാണ്, മണ്ടിയാണ്, അങ്ങനത്തെ കാര്യം. അത് നമ്മുടെ കംഫർട്ട് സ്പേസിൽ മാത്രമേ നമ്മളത് ചെയ്യൂ. ഞാനിത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് മാത്രമേ എനിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജെനുവിനിറ്റി. അതായത് നമുക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മളെ ഒരാളെ വിശ്വസിച്ച് അങ്ങ് അൾട്ടിമേറ്റ് ആണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആവുമ്പോൾ ലോയാലിറ്റിയുടെ ഒരു ചെറു പോയാൽ തീർന്നല്ലേ. കാരണം ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ ഞാൻ എൻ്റെ A to Z ഓപ്പൺലി പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് വേറെ വശം. എന്നോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അറ്റ് ദ മൊമെൻറ്റ്, ആ മൊമെൻറ്റ് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ളതിൽ നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേഷൻ പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു മീറ്റിംഗ് 2 മീറ്റിംഗ് തന്നെ നമ്മൾ ബൈ. അത് റിലേഷൻ അല്ലല്ലോ, ജസ്റ്റ് ഡേറ്റിംഗ് മാത്രമല്ലേ. അതിൽ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഫിലിംസ് ഇൻഫ്ലുവൻസ് ഒന്നും വന്നില്ല? ഇല്ല മറ്റേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനം അതില്ല എനിക്ക്. ആ സാധനം ഇല്ല. അതൊക്കെ ഓഫായി കിടക്കുക, സ്വിച്ചൊക്കെ. അതൊക്കെ മെയിൻ്റെനൻസിന് പോകേണ്ട ഒരു സമയമില്ലേ. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കയറി കഴിയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബോയ്സ്, അതായത് ഈ വീടൊക്കെ നോക്കുന്ന ചില ആൺകുട്ടികളൊക്കെ ഇല്ലേ, ഉത്തരവാദിത്തമുള്ള, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ചില ആൺകുട്ടികൾ പറയും ഈ പെങ്ങളെ കെട്ടിക്കണം, വീട് വെക്കണം. എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തൊഴുന്ന് കാല് കഴുകി വെള്ളം കുടിച്ചോട്ട്. കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റാണ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ആൺകുട്ടി ഉണ്ടായി, അവൻ അത്രത്തോളം ഡ്രീമിൽ നിൽക്കുന്ന അവസ്ഥയിലും അവൻ്റെ ലൈഫ് സെറ്റിലാക്കുന്നതിന് മുന്നേ അവനെ പെങ്ങളെ കെട്ടിക്കണം. ആ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണ ദിവസം അവൻ നിൽക്കുന്ന ദിപ്പുണ്ട് സ്റ്റിൽ അല്ലേ, വേർത്ത് കുളിച്ച് വേറെ ആരെന്ത് വന്നാലും പുള്ളി ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. അത് വിച്ച് ഇസ് ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് അത് പറയാതെ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ലൈഫാണ് നോക്കേണ്ടത്, ഞാൻ പോകും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിലും അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഞാൻ ഭയങ്കര പുറകോട്ടാണേ അതെനിക്കറിയാം.
സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വനിതാ തിയേറ്ററിൽ പ്രിവ്യൂ വയ്ക്കുന്നതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് കൂടി. അതിന് കുറേ പോസിറ്റീവ് സൈഡുണ്ട്, ഒരുപാട് നെഗറ്റീവ് സൈഡുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രേസ്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബാർട്ടർ സംവിധാനം പോലെ അത് നീങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതായത് ആർട്ടിസ്റ്റുകളെ ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, തിരിച്ച് ആർട്ടിസ്റ്റുകളെ എന്താ പറയുക വേറെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ മീഡിയ പഴി കേൾക്കും. ഇത് ശരിക്കും ആരാ നല്ല സ്റ്റാൻഡ് എടുക്കേണ്ടത്? കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഓൺലൈൻ മീഡിയനെ നന്നായി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പല പല പരിപാടികൾക്ക് പോയി അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പുറത്ത് ഇതുണ്ട്. ഇത് ശരിക്കും ഇതിനെന്താ ഗ്രേസ് എന്താ വിചാരിക്കുക അതിനെ പറ്റിയിട്ട്? തുടക്കത്തിൽ ഇത് നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണെന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയായിരുന്നു. ഇത്രയും മൊബൈൽ ക്യാമറ മാത്രമല്ല ഈ വനിതാ വിനീതയിൽ പോകുമ്പോൾ എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ചോദിച്ചുകൊണ്ടാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമേനെ. ഞാൻ അതുകൊണ്ട് എൻ്റെ 1-2 പ്രിവ്യൂസിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല അവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ അത്രയും മീഡിയാസ് ഉള്ളതുകൊണ്ടും നമ്മൾ കവർ ചെയ്യേണ്ടതുകൊണ്ടും കണ്ടന്റ് കൊടുക്കേണ്ടത് കൊണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ലാതെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറുപടി രണ്ടും രണ്ടാണ്. അതൊരു കാര്യം. അതല്ലാതെ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് വീഡിയോ എടുത്തിടുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ. സ്റ്റിൽ ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഓക്കെ, വിഷ്ണുവിൻ്റെ അഭിപ്രായം പറയുന്നു. അത് വിഷ്ണുവിനെ കേൾക്കാൻ ഇരിക്കുന്ന 1-2 സുഹൃത്തുക്കളോടോ ഫാമിലിയോടോ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനറിയാം വിഷ്ണു പറയുന്നത് അവർ കേൾക്കുമെന്ന്. അവർ എടുത്താലും എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിഷ്ണു പറയുന്ന കേൾക്കുന്ന ഒരു ധാരണയുണ്ട്. ഇതല്ലാതെ നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പർട്ടിക്കുലർ നമ്മൾ ഓൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിന് മോണിറ്റൈസ് ചെയ്ത് കാശ് വാങ്ങിക്കുന്നുണ്ട്. അതിന് ആഡ് ഇട്ട് അവരത് കാശ് വാങ്ങിക്കുമ്പോൾ അതൊരു ബിസിനസ്സാണ് അല്ലേ? അതൊരു ബിസിനസ്സാണ്. അതിനെങ്ങനെ എടുക്കും നമ്മൾ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഓരോ പടത്തിനെയും പോയി കണ്ടിട്ട് അവരതിനെ വിറ്റിട്ട് അവർ കാശ് വാങ്ങിക്കും. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് അല്ലേ? അവരും ചെയ്യുന്ന നമ്മളും പടം എടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യുന്നു. അവരും ആ പടം കൊണ്ട് തന്നെ ചെയ്ത് റിവ്യൂ എടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഓക്കെ പറയാം ഞങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. അവർ സ്റ്റിൽ അവർക്കറിയാം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും ആൾക്കാരിലേക്ക് എത്തൂലെന്ന് അറിയാം. അതുകൊണ്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഫെയർ അല്ല അല്ലേ? അത് എനിക്ക് ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കത് കണ്ടപ്പോൾ അത്രയും വീടായിട്ട് തോന്നിയില്ലല്ലോ, ഇത്രയും അതിനെ തരം താഴ്ത്തണമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവരിതിങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മളത് എവിടെയും പോയി പറയില്ല, കാരണം അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 സൈഡും നമ്മൾ ബ്ലെയിം ചെയ്യണം. ഇത് പേയ്മെന്റ് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്, പേയ്മെന്റ് ചോദിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളിത് ഇത് കാണുന്ന നോർമൽ ഓരോ ഓഡിയൻ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചരടുവലി അവർക്ക് അറിയില്ല. ഇത് പറയാനാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇതൊരു വാശിപ്പുറത്ത് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനും അവർക്ക് മോണിറ്റൈസ് ചെയ്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി 2 സൈഡിൽ നിന്നും വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, 2 സൈഡിൽ നിന്നും വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. മീഡിയാസ് ദേ ആർ ഡൂയിങ് ദിയർ ജോബ്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജോലി ചെയ്യുന്നില്ലേ? അപ്പുറത്തെ സൈഡ് എന്നോട് ബഡായി ആര്യ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, സാരി ഉടുത്തുന്ന ഒരു ഫംഗ്ഷന് പോകാൻ ഭയമാണ് വിഷ്ണു. ഞാൻ ഉടുത്ത് പോകാറില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഉടുത്ത് പോകാൻ തോന്നാറില്ല, കംഫർട്ടില്ല. എന്തൊക്കെ നോക്കണം പറ, എന്തൊക്കെ നോക്കണം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ? ഓക്കെ, നമ്മൾ സെലിബ്രിറ്റിയാണ്, നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും, ശരിയാണ്. എനിക്ക് ഇങ്ങനെ നിന്ന് എനിക്ക് പോകാൻ പറ്റൂല. അത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ? തിരിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, തിരിച്ച് ക്യാമറ അങ്ങോട്ട് പിടിച്ചപ്പോഴത്തേക്കും അവരുടെ ഫേസ് അവർ മറയ്ക്കുന്നത് കണ്ടോ? അതെന്തുകൊണ്ടാ? തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗാണ്, നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങൾമാരും ഇല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും സ്വന്തമായിട്ട് തിരിച്ചു നിർത്തി ഞാനിത് എടുക്കുന്നതെന്ന് കാണിക്കാൻ പോലുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഒരു ആളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്നേ, അത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. പേഴ്സണൽ സ്പേസ് എന്ന് പറയാൻ ഇപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പോലും വിഷ്ണുവിനായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത്
വിഷ്ണു വെൽക്കം ചെയ്യുവാണെന്ന് വിഷ്ണുവിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ മാത്രമേ ഞാൻ വിഷ്ണുവിനെ ടച്ച് ചെയ്യാനോ വിഷ്ണുവിനെ ഒരു ഷൈക്ക് ഹാൻഡ് തരാനോ അറ്റ്ലീസ്റ്റ് എന്തെന്ന് പറഞ്ഞൊന്ന് ഹഗ് ചെയ്യാനോ പാടുള്ളൂ. അല്ലാതെ നമ്മളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ എത്ര സെലിബ്രിറ്റീസ് അല്ലേ, എത്ര അറിയാവുന്ന ആൾക്കാർ ഓൺലൈൻ മീഡിയക്കാരോട് ഞാൻ വെൽക്കമിങ് ആണെന്ന് പറഞ്ഞ് നിൽക്കില്ല ആരും. എന്നിട്ടും അവർ അത്രയും ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്കത് ശരിയല്ല. അതേപോലെ തന്നെ വേറൊരു നെഗറ്റീവ് സൈഡുണ്ട്. ഇതെല്ലാം ചെയ്ത് നിന്ന് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും പറയണം. അപ്പോൾ ഇത് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്, എനിക്ക് വേണ്ടത് അറ്റൻഷൻ മാത്രമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും ഇരുന്ന് ചിന്തിച്ച് ചർച്ച ചെയ്ത് മാറ്റേണ്ട ഒരു സമ്പ്രദായമാണ്. ഞാൻ എന്തായാലും അതിൽ ഉൾപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്കറിയില്ല, എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് അത് പറ്റില്ല. മാക്സിമം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പത്തറ്റിക് സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാതെ മാക്സിമം ശ്രമിക്കും. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അറ്റൻഷൻ കിട്ടാത്തിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അത്രയും മീഡിയാസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ഒഴിവാക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും മേ ബി. അങ്ങനെ അല്ലാത്തവർക്ക് കുഴപ്പമില്ല, പബ്ലിക്കലി ഇറങ്ങാനായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് എനിക്ക് ഇത്രയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് മുമ്പോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ പോലുള്ള ഒരാളാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും മീഡിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എനിക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. എന്നെ പോലുള്ള ഇത്രയും സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഇത് ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, വിഷ്ണു ഞാനാണെന്ന് വിചാരിച്ചാൽ മതി. വിഷ്ണു ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ചുറ്റും ക്യാമറാസ് വരുമ്പം എനിക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൈയൊക്കെ മരവിക്കും. എനിക്ക് ഫ്രണ്ടിലേക്ക് വിഷൻ ഇല്ല, എനിക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നില്ല, എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും ഇവരുടെ ഒച്ചയും ബഹളം കാരണം അറിയുന്നില്ല. സോ എല്ലാ സൈഡിൽ നിന്നും മീഡിയാസ് കവർ ചെയ്യുകയാണ്. സോ നമ്മളെ ബോഡി നമ്മളിങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ എന്നെ തന്നെ കവർ ചെയ്യുവാണ്, എനിക്ക് എവിടെയും എന്നെ എക്സ്പോസ് ചെയ്യരുത്, കാണരുത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ ഷ്രിങ്ക് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാണോ, ഇവരെന്നോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും അവിടെ നിന്ന് വരണം അങ്ങോട്ടാണ് വരേണ്ടത്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവർ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മുടെ വിഷൻ വീണ്ടും കട്ടാവും. സോ നമ്മൾ മെൻ്റലി അവിടെ സ്ട്രെസ്ഡ് ആവുകയാണ്. നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കുറേ ബ്ലാക്ക് ഔട്ട് കുറേ ഇങ്ങനെ പടക്കങ്ങളായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സൗണ്ട് കാരണം നമുക്കൊന്നും ചുറ്റി നടക്കണമൊന്നും അറിയില്ല. എന്നിട്ട് നമ്മളൊരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ ഇവരെല്ലാം മാറിയിട്ട് നമ്മൾ പിന്നെ ആരും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തും. ഇറ്റ്സ് എ കണ്ടീഷൻ. അത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കതൊരു ശ്വാസം മുട്ടണ അവസ്ഥയാണ്. ഇപ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് കൂടിയത്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻ്റ് ആണ് എനിക്ക് ഇത്രയും പ്രശ്നമായത്. ഇപ്പോഴും ഓവർകം ചെയ്യാൻ അതിനൊന്ന് ശേഷം ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ വളരെ റെയറായിട്ടേ ഞാൻ ഈ മീഡിയാസിന് മുമ്പിൽ എത്തിയിട്ടുള്ളൂ. കാരണം ഞാൻ സ്റ്റിൽ അതിനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് പല ഫുഡിനും അലർജി ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന അലർജി ഉള്ള സാധനം ഫോർ ലൈക്ക് ഇപ്പം ഷ്രിമ്പ് ആണെങ്കിൽ ചെമ്മീൻ കഴിക്കുമ്പോൾ ഗ്രേസിന് ചെമ്മീൻ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രേസിന് ഇന്ന അലർജി ഉണ്ടെന്ന് അറിയാവുന്ന ഒരാൾ ഗ്രേസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ബോഡി റിയാക്ട് ചെയ്യാൻ പോകണമെന്നും ഗ്രേസിന് എന്താണ് ആ സമയത്ത് വരാൻ പോകണമെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ ചിലപ്പോൾ സ്പോട്ടിൽ ബ്ലാക്ക് ഔട്ട് ആവും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് അറിയണം ഇത് കഴിച്ചുകൊണ്ടാണ്, എന്നാലേ അതിനനുസരിച്ചുള്ള നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ സഹായങ്ങൾ കിട്ടത്തുള്ളൂ. അതേപോലെ ഞാൻ ഇങ്ങനത്തെ അതേ സംഭവം ഇവിടെ വരുവാണെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും വന്ന് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീഡിയ സുഹൃത്തുക്കളോട് എനിക്ക് കുറച്ച് ശ്വാസം വിടാനുള്ള ഒരു സ്പേസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെന്നിട്ട് ഞാൻ അതുപോലെ തിരിച്ചു പോകും. അങ്ങനെ ചില സാഹചര്യങ്ങൾ ചെയ്താലോ എന്നൊരു ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജോലിക്ക് അത് വേണം, അവരുടെ അറ്റൻഷൻ വേണം, അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പടം പ്രൊമോട്ട് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും എല്ലാം ഒരു ബാലൻസിൽ പോകണം അല്ലേ? ആ ബാലൻസിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ട് സൈഡിൽ കൊണ്ട് വേസ്റ്റ് ഇടുന്ന അവസ്ഥയാണ്. നമ്മൾ ആ വേസ്റ്റ് ബിൻ യൂസ് ചെയ്താലേ ആ വേസ്റ്റ് ബിന്നിൻ്റെ ഒരു ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ട് ആ സാധനം നമ്മൾ അതുപോലെ യൂസ് ചെയ്യണ്ടേ? ഫോൺ കേസ് മേടിച്ചിട്ട് കേസ് ഇട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേസിൻ്റെ ഉള്ളിൽ ഫോൺ വന്നാലേ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. സോ നല്ല ടീച്ചറായിരുന്നല്ലേ, കുറെ എക്സാമ്പിളൊക്കെ പറഞ്ഞെടുത്തിട്ട്. ഈശ്വര ഭയങ്കര ബോറിംഗ് ആണല്ലേ. അല്ല നൈസ് നൈസ്. നമുക്ക് ഇപ്പോൾ ലെജൻസിനൊക്കെ അടുത്ത് കിട്ടിയിട്ട് നമ്മൾ വിചാരിക്കും ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കാം എന്നൊക്കെ.
പക്ഷെ ലിറ്ററലി ആ സമയത്ത് അത് നമുക്ക് പറ്റില്ല. പക്ഷെ ഇൻവോളണ്ടറിലി ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാം ഗ്രേസ് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക് കണ്ടപ്പോൾ പഠിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല. പിന്നെ അത് ഹെൽപ്ഫുൾ ആയി അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതെല്ലാ ആക്ടേഴ്സും ചെയ്യുന്നതാണോന്ന് അറിയില്ല. മമ്മൂക്ക അങ്ങനെ പോയി വാനിലൊന്നും പോയിരിക്കുന്ന ആളല്ല. കൂടെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇട്ടിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഒരു എൻവയോൺമെന്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് എ കംഫർട്ട് സ്പേസ്. അത് ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ 5 വയസ്സുള്ള കുട്ടിയുടെ ലെവലിലേക്കും, ഒരു 50 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവലിലേക്കും, ഒരു 15 വയസ്സുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവലിലേക്കും വരും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഒരു രീതിയിലേ സംസാരിക്കാൻ അറിയുള്ളൂ. അത് 5 വയസ്സാണെങ്കിലും 50 വയസ്സാണെങ്കിൽ എനിക്ക് ഒരു രീതിയിൽ സംസാരിക്കാൻ അറിയുള്ളൂ. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്ക ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര നെർവസ് ആണ്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത ചളികളും ഇല്ലാത്ത കോമഡികളും ഒക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാനും കംഫർട്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതേ മൊമെന്റ് ഞാനങ്ങ് മാറിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ സ്പോട്ടിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്ക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വിഷ്ണു ഒരു പുതിയ ഒരു 50 കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റും. ഞാൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. സോറി, ബ്രേക്ക് ചെയ്യല്ല, ഇപ്പം അല്ല ഞാൻ പറയാൻ പറ്റില്ല. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിന് വന്നതാ. നമുക്ക് മറ്റേ ഈ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു എന്താ മൈക്കല്ലേ വെച്ചിരിക്കുന്നത്? അല്ലടോ, ഈ മൈക്കിനൊരു ഇൻപുട്ടുണ്ട്, ഇത് വെച്ചാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നമ്മുടെ കോളർ മൈക്കിൻ്റെ അവിടെ നിന്ന് എക്സ്ട്രാ വേറൊരു മൈക്കും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സൗണ്ട് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന്. വർക്ക് ചെയ്യണം, ഞങ്ങളത് ചിന്തിച്ചിട്ടില്ല. ശരിയാണ്. ഇതുപോലെ 100 കാര്യങ്ങൾ നമുക്കൊരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഭിനയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ്റെ കലവറയെന്ന് തന്നെ പറയും. ഇതൊക്കെ എവിടെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ് സ്പോട്ടിൽ മമ്മൂക്കയുടെ റിപ്ലൈ വരും. കഴിഞ്ഞ ദിവസം എനിക്ക് പറന്നുപോ കണ്ടിട്ട് മമ്മൂക്ക മെസ്സേജ് അയച്ചു, ഗ്രേറ്റ് വർക്ക്, ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതിന് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. റിപ്ലൈ നമ്മളിപ്പോൾ മമ്മൂക്കടുത്ത് ഹായ് ഹൗ ആർ യു എന്ന് വല്ലതും എനിക്ക് ചോദിക്കാൻ ഭയങ്കര പാടാണേ. ഞാൻ പറഞ്ഞ പോലെ എങ്ങാനും നമ്മൾ വല്ല ഈദിനോ അങ്ങനെയൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് ക ഹൗ ആർ യു സ്മൈലി. അപ്പോൾ നമ്മൾ ഇത് സുഖമാണെന്നാണോ അതോ മടുത്ത് പൊക്കോ എന്നാണോ അതോ എന്ന് ഉപേക്ഷിക്കാതെ വിടുമോ എന്നാണോ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും അദ്ദേഹം എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും ആദ്യമേ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ നമ്പർ ചോദിക്കണത് ഭയങ്കര റെയറാ. എനിക്ക് നമ്പർ തരുമെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിലായോ അവർക്ക് നമ്പർ ഞാൻ താല്പര്യം ഇല്ലെങ്കിലോ. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് റോഷാക്ക് അവസാനമായി ഷൂട്ട് കഴിഞ്ഞു, 1 മാസത്തോളം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവസാന ദിവസം നമുക്ക് നമ്പർ, എൻ്റെ നമ്പർ കേരളത്തിൽ കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ തരാം, ജോർജിനോട് ചോദിച്ചാൽ പോരാന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതും എനിക്ക് പ്രശ്നമായി, ജോർജിനോട് പോയി നമ്പർ ചോദിക്കാൻ. നമുക്ക് അനുവദിച്ചാൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ നമുക്ക് നമ്പർ തന്നു. അന്നോട്ട് മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വല്ല ഇതിനോ ഓണത്തിനോ ഒക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ സ്പോട്ടിൽ റിപ്ലൈ ഉണ്ടാവും. ഞാൻ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. നേരിട്ട് കാണാൻ എനിക്ക് സംസാരിക്കാനായിട്ട് ഓക്കെയാണ്, അല്ലാതെ എനിക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ടെൻഷനാണ്, ഞാനിത് കൊടുത്തത് എങ്ങനെ എടുക്കുമോ ഇത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് റോഷാക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക, ഇനി വല്ല ട്രൂ കോളറിൽ വേറെ ആരെങ്കിലും സേവ് ചെയ്തിട്ട് വിളിച്ചേക്കാണ്. എനിക്ക് മമ്മൂക്ക എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കിത് എടുക്കണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ ഏതോ ഷോപ്പിംഗ് മോളിൽ നിൽക്കുക. പക്ഷേ ഞാൻ പറയും ഇതാരാ വിളിക്കണേ? അപ്പോൾ അവർ മമ്മൂക്ക എടുക്കണോ? എന്നിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒറിജിനൽ എന്നറിയാം. പക്ഷെ സ്റ്റിൽ എന്നെ വിളിക്കേണ്ട കാര്യം എന്തിരിക്കും? വിളിച്ച വേറൊന്നുമല്ല, പടം കണ്ടിട്ട് ഫാമിലി എന്ത് പറഞ്ഞു, റോഷാക്ക് കണ്ടിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞു, അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ വേറൊരു സൈഡും ഉണ്ട്. അപ്പം റാം സാറിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാം സാർ മമ്മൂക്കയെ പറ്റി പറയാനേ നേരമുള്ളൂ, അതിന് പറയാൻ വേണ്ടി മാത്രമേ നേരമുള്ളൂ. മമ്മൂക്കയെ പറ്റി ഒരു എപ്പിസോഡ് വേണമെങ്കിൽ റാം സാറിനോട് ചെയ്യാം. ഞാൻ അതുകൊണ്ട് പറയുവാണ്, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മലയാള സിനിമകളെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് റാം സാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഗ്രേസ് உங்களுக்கு தெரியுமா பேரன்பு பண்ணும்போது மம்முக்கா வந்துட்டாரு. ஸோ ஃபர்ஸ்ட் ஷோட்டில் நமக்கு நிறைய சண்டை, ഭയങ്കര, ഞാൻ തമിഴ് പറഞ്ഞല്ലോ, ഞാൻ തമിഴ് പറഞ്ഞു, റാമിന്റെ ഒരു POV എടുക്കട്ടെ, തമിഴ് തന്നെ കണ്ടിന്യൂ. ரொம்ப சண்டை.
അപ്പോൾ ഞാൻ പറയാം എന്താ ராம் சார் എന്താ പ്രശ്നം? ഈ பெரிய ஈகோ கிளாஷ் தான், அவர் பெரிய நடிகர், நான் ஒரு டைரக்டர், ஸோ നമുക്ക് நிறைய സൺഡേ ഇരുந்துச்சு, അപ്പോൾ സൺഡേ എല്ലാം ചൊല്ലിയാச்சு. ഓക്കെ സാർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാണോ സൺഡേ? ഓക്കെ ഫൈൻ. പക്ഷെ നമുക്കിവിടെ അത് വലിയ സൺഡേ അല്ല. ഓക്കെ ഫൈൻ, അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അടുത്ത ഷോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി വഴക്കിൻ്റെ ഒരു ഇതിലൊക്കെ നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇൻസിഡென்ட். അപ്പോൾ എന്താ சார் நம்ம பண்ண போகிற ஷாட் என்னன்னா சார் நீங்கள் வந்து ஒரு டொமேட்டோ இருக்குது, டொமேட்டோ கட் பண்ணுற சீன் தான். அப்படி எப்படி கட் பண்ணணும்? அப்புறம் இப்படி கட் சார், நீங்கள் ஏதாவது கட் பண்ணுங்க சார் அப்படி சொல்லிட்டு ராம் சார் പോയി. ഇപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു ചകടേ സാധനമുണ്ട്. അങ്ങനെ പോയിട്ട് ഇപ്പോൾ രാം സാർ ഇച്ചിരി ഡള്ളായിട്ട് ഇരിക്കുവാണ്. വഴക്കമുണ്ടായല്ലോ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്ക ഇല്ലാതെയാണ് രാം സാർ എടുത്തത്. അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് സാർ ആക്ഷൻ പറഞ്ഞു. മമ്മൂക്ക ഈ ടൊമാറ്റോ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ രാം സാർ പറയാം, ரேஸ் உங்களுக்கு தெரியுமா? எனக்கு தெரியாது. அந்த மொமெண்ட்டில் நான் என்கிட்டே சோறு சொன்னேன், சும்மா ஒரு டொமேட்டோ கட் பண்ணுற ஷோட்டு தான். அந்த ஷோட்டு முடிஞ்சதுக்கப்புறம் இந்த படம் இவர் இல்லாமல் யாராலும் பண்ண முடியாது. ഒന്ന് ആലോചിക്കുക, ഒരു വേറെ റിയാക്ഷൻ ഇല്ല, ഡയലോഗ് ഇല്ല, ഒന്നുമില്ല, ഒരു തക്കാളി കട്ട് ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ രാം സാർ പറഞ്ഞു എനിക്ക് പിന്നെ ഇതിന് നമ്മളൊരു സോറി ചോദിക്കുക, നമ്മളൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ ചെയ്തു പോയത് വേണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. അതായത് മറ്റൊരാളുടെ ഒരു റിസൾട്ടോ അല്ലെങ്കിൽ വേറെ അയാൾ ചെയ്യുന്നൊരു പ്രവൃത്തി കണ്ടിട്ട് ഞാനത് ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോണൊരു സംഭവം ഉണ്ടല്ലോ, ഒരു റിഗ്രറ്റ്. അത് രാം സാർ പറയാം, എനിക്കത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മമ്മൂക്കോട് പറഞ്ഞു നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയേ ഉള്ളൂ ഷോട്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ കൊളം പറഞ്ഞത്. മമ്മൂക്കയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാം. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അധികം ഓവറാക്കണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ അല്ല ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മമ്മൂക്ക വെള്ളം പോലെയാന്ന് പറഞ്ഞപ്പോൾ മീഡിയയിൽ വന്ന് മമ്മൂക്ക വെള്ളമാണ്, മമ്മൂക്ക ഫുൾ ടൈം വെള്ളമാണെന്ന് പറഞ്ഞു. മമ്മൂക്ക എന്നെ ചീത്ത പറഞ്ഞായിരുന്നു. മമ്മൂക്ക ചീത്ത പറഞ്ഞു, അനാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് മമ്മൂക്ക വെള്ളമാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട. ആ ഒരു മെസ്സേജോടുകൂടി ഞാൻ നിർത്തി. ഇനി നല്ലതല്ലാത്ത ഒരു കാര്യം ഞാൻ പറയില്ല. ഏതോ ഒരു ഇന്റർവ്യൂ, അന്ന് റിട്ടേൺ ഇന്റർവ്യൂസിന്റെ കാലമാണ്, കുറെ കാലം അത് വീഡിയോ ഇന്റർവ്യൂ ആയിരുന്നു. ഇതല്ല വെള്ളമല്ല, ഇത് പണ്ടെടുത്തൊരു ഇൻസിഡന്റാ. ഏതൊരു ഫേമസ് ഡയറക്ടറാണ്, ആൾ ഇങ്ങനെ പറഞ്ഞു മമ്മൂക്കയ്ക്ക് അഭിനയം എന്നാൽ ഭ്രാന്താണ്. അതിൽ അഭിനയം മാത്രമായി മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ്. അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. കണ്ടന്റ് നടക്കാനാണെങ്കിൽ നമുക്കിങ്ങനെ മീഡിയാസിന് ഒത്തിരി ഉണ്ട്. അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇവരെടുത്തിടുന്നത് വേറൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഹീസ് സച്ച് എ സ്വീറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എങ്ങനെയാ പടങ്ങളൊക്കെ കാണുന്നത്, അതിൻ്റെ പടങ്ങൾ ചൂസ് ചെയ്യുന്നത്, കാണാനുള്ള, ഞാൻ പറഞ്ഞത് അഭിനയിക്കാനുള്ള ചോയ്സ് അല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു പടം വന്നു, ഇപ്പോൾ അഡോളസൻസ് എന്നുള്ളൊരു വെബ് സീരീസ് ഭയങ്കര ഹിറ്റാവുന്നു, അപ്പോൾ അത് കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവോ? എങ്ങനെയാ ഒരു വാച്ച് ലിസ്റ്റ് എങ്ങനെയാ? നൈസ് ക്വസ്റ്റ്യൻ, മൈ ഗോഡ്. അങ്ങനെ ഭയങ്കര അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ സ്പോട്ടിൽ കാണില്ല. അത് ഇപ്പം എൻ്റെ പടമാണെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസത്തെ റെസ്പോൺസ് ഞാൻ എടുക്കില്ല. ബിസിനസ്. സോ ഞാനത് അതുകൊണ്ട് ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ റിയൽ റെസ്പോൺസ് എടുക്കുള്ളൂ. പറന്നുപോകും. ഞാനങ്ങനെ പറന്നുപോകും. എനിക്ക് അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര എന്താ പറയുക, മലയാളം പോലെ അല്ലാത്തൊരു പരിപാടിയായിരിക്കുന്ന. പക്ഷെ അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഐ ടു ഐ കാണുവാണ്, ഡയറക്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് കാണുവാണ്. അപ്പോൾ രാം സാർ എന്നോട് ആദ്യം പറഞ്ഞു, ഗ്രേസ് നമുക്ക് അറിയത്തില്ല, നമുക്ക് റെസ്പോൺസ് വളരെ കുറച്ചേ കയറുന്നുള്ളൂ, നമുക്ക് തിയേറ്റർ വിസിറ്റ് ഒക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം രാം സാറും ശിവസാറും കൂടെയൊക്കെയാണ് പോയത്. അത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറയാണ്, എനിക്ക് ഇത് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് தெரியாது ഗ്രേസ്, അவ்வளவு റെസ്പോൺസാണ് കിടക്കിയത്. സാറിൻ്റെ കരിയറിലും ഇതുപോലത്തെ ഒരു സക്സസ്, കൊമേഴ്ഷ്യൽ സക്സസ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു, എന്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു റിവ്യൂവും കണ്ട് ഞാൻ പടം കാണാൻ പോകാറില്ല. എൻ്റെ ആണെങ്കിലും ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ ആ മോശം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഓൺലി വി ക്യാൻ ഇംപ്രൂവ്, അല്ലേ? നമുക്കല്ലാതെ നമുക്ക് ഞാനൊരു നടിയാണ്, എൻ്റെ എല്ലാ പടവും എല്ലാവരും കാണണം, എല്ലാം ഭയങ്കര ഹിറ്റ് ആവണം, പോയി കണ്ടേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ സമയവും കളഞ്ഞ് ഞാൻ പറയാം, എല്ലാവർക്കും അവരുടെ സമയം വാല്യുബിൾ ആണ്. അത് മുടക്കി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് ഇസ് റൈറ്റ്. അത് വിറ്റ് കാശാക്കുന്നത് വേറെ കാര്യം, ഓക്കെ. പക്ഷേ എപ്പോഴും ഞാൻ സമയമെടുത്ത് ഒരു സിനിമയാണെങ്കിലും, ഇപ്പോൾ OTT-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും റിലീസായി കഴിഞ്ഞാൽ
അഭിപ്രായം ഒന്നും പോയി ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് അങ്ങനെ ചോദിക്കത്തില്ല. ഞാൻ തന്നെ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കും, അത്രേ ഉള്ളൂ. ഈ അടുത്ത് കണ്ടിട്ട് ബ്ലോണായ ഒരു പടം ഏതാ? ഈ അടുത്ത് കണ്ടതിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. വൃത്തിയുടെ നല്ലതാണ് ആക്ച്വലി. എനിക്ക് ഞാൻ കാണുന്നതെല്ലാം ഞാൻ IMDb-യിൽ മാർക്ക് ചെയ്ത് വെക്കും. കാരണം എനിക്ക് പേരുകൾ ഓർത്തിരിക്കില്ല. ഞാൻ വലിയൊരു അസുഖക്കാരിയാണ്. എനിക്ക് നമ്പേഴ്സ്, പേര്, അതൊക്കെ ഇപ്പൊ വിഷ്ണുവിന്റെ പേര് ഞാൻ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വിഷ്ണു എന്ന് എഴുതണം. കൈകൊണ്ട് ഇങ്ങനെ എഴുതിയാലേ എനിക്ക് വിഷ്ണുവിന്റെ പേര് വിഷ്ണു എന്ന് ബ്രെയിനിൽ ഫീഡ് ആവുള്ളൂ. അല്ലാതെ വിഷ്ണു ഹായ് വിഷ്ണു ഓക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ പേരെന്തായിരുന്നു എന്ന് അങ്ങനത്തെ പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ആ സിനിമ ഞാൻ IMDb-യിൽ നോട്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ വിഷ്ണു മനസ്സിലായില്ലെങ്കിലും അവിടെ അവസാനം ഞാൻ പറയാം. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ അവസാനം ഞാൻ പറയാം. പക്ഷേ മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഈസ് ദ മിറാക്കിൾ. The Miracle, the Musis, no, അങ്ങനെ എന്താണ് റിയൽ നെയിം? Turkish. Yeah, that is the best movie that I ever seen. ലൈഫിൽ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി. യെസ്. ഫ്യൂച്ചർ എങ്ങനെയാ? ഫ്യൂച്ചർ ഗോൾസ്, ഫ്യൂച്ചർ ഡ്രീം? ഇപ്പം സ്വപ്നത്തിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ ലൈഫ് മുന്നോട്ട് നാളെ എന്താണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്യലില്ല. പ്ലാൻ ചെയ്യുമ്പോൾ ടെൻഷനാവും എനിക്ക് അത് നടന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇന്നെ പോവാം, അങ്ങനെ പോവാം, അവർ വരില്ല എന്ന് പറഞ്ഞാൽ അയ്യോ വരില്ലേ, അങ്ങനെ എനിക്ക് ടെൻഷനാവും, അല്ലെങ്കിൽ സങ്കടം വരും. അപ്പം അതുകൊണ്ട് ഗോ വിത്ത് ഫ്ലോ. എന്താണോ സംഭവിക്കുന്നത് അങ്ങനെ പോവാം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ട്രാഫിക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. ട്രാഫിക് കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്കറിയാം ഈ കുറച്ച് കഴിയുമ്പോൾ ട്രാഫിക്ക് മാറുമെന്ന്. ഞാൻ എന്തിനിപ്പോൾ അത് പറഞ്ഞേ? എടോ ഞാൻ ഔട്ടായി തുടങ്ങിയടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതം വളരെ സമാധാനമായിട്ട് എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇന്നർ പീസ് വേണം. ഇന്നർ വേണം, അത് വേറെ കാര്യം. സമാധാനം മുഖ്യം ബിഗിലേ. എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ ദിവസം പോക്കാം, തൊട്ടടുത്ത ദിവസം പോക്കാം. അപ്പം അതുകൊണ്ട് വാട്ട് എവർ ഹാപ്പൻ, ഷൂട്ട് എത്ര ഷെഡ്യൂൾ എത്ര ടഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രശ്നങ്ങളുണ്ടായാലും രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം മാറ്റിയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അതെനിക്ക് മുഖ്യമാണ്. അതുകൊണ്ട് ഡ്രീം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. അതായിരിക്കും എൻ്റെ അൾട്ടിമേറ്റ്. മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടില്ല. അത് ഫാമിലിയിൽ ആരുടെ ആണെങ്കിലും, ഇപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഇടപെടാം, അപ്പോൾ ഞാൻ ഇൻവോൾവ് ആവും. അതുവരേക്കും ഞാൻ സൈലൻ്റ് ആയിരിക്കും. നിനക്കെന്താ അഭിപ്രായം എന്ന് ചോദിച്ചാലേ ഞാനത് പറയുള്ളൂ. അതെനിക്ക് സമാധാനം തരുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ അവർ പറയും നീ അത് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അത് എപ്പോഴേ പഠിച്ചെന്നറിയോ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. വിഷ്ണു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇതാണെങ്കിൽ ഇഷ്ടം, ഒരാൾക്ക് അത് ഇഷ്ടമല്ല, ഒരാണെങ്കിൽ ആ വശത്തേക്ക് വരില്ല. നമ്മൾ ടീച്ചറാന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അവിടെ ഇല്ല. ചെറിയ പിള്ളേരാന്ന് ആലോചിക്കണം. അപ്പോൾ ഒരുത്തിക്ക് ഗേൾ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അവൾക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരിക്കാനും ഇഷ്ടം. അപ്പം മിങ്കിൾ ചെയ്തിരുത്തുന്ന പരിപാടി ആ സ്കൂളിലില്ല. അപ്പം ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. ഇങ്ങനെ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം വീണ്ടും ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 2 അടിയായിരിക്കും തരാൻ പോണേ. അപ്പം ഞാൻ പറഞ്ഞ് മാറിയിരിക്കുക. ഇപ്പം ഇവളോട് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തോട് പറഞ്ഞു നീ അങ്ങ് മാറിയിരിക്കുന്നു പറഞ്ഞപ്പോഴേ ഇവളെന്ത് ചെയ്ത് അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച്, അതായത് എൻ്റെയാണ് ഞാൻ വിടില്ല എന്നുള്ളത്. ഞാനപ്പോൾ ആലോചിച്ച് ഓക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും, കുട്ടികളുടെ സൗഹൃദമൊക്കെ ആയിരിക്കും. ഇതല്ല, ലവ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് എങ്ങനെയും പോയാൽ മതി എന്ന് അവിടെ നിന്ന്. പുള്ളിക്ക് വേറെ നൈസ് സൈഡിൽ കൂടെ വേറെ വലിയൊക്കെ ഉണ്ട്. പക്ഷേ കാരണം നമ്മൾ എല്ലാ ദിവസവും ചെല്ലണമല്ലേ ക്ലാസ്സിൽ, അപ്പം നമുക്കറിയാമല്ലോ ഇവള് മറ്റേ അധികാര പരിപാടിയാണ്.
അവനിഷ്ടല്ല, ഒരു കാന്താരിയല്ലേ? കാന്താരി എന്നല്ല പറയണ്ടേ, ഭയങ്കര ഡോമിനന്റ് ആ കുട്ടി. വിച്ച് ഇസ് ഭയങ്കര രസമാണ്, പരിപാടി ഭയങ്കര രസമാണ്. നമുക്ക് സിനിമ വേണമെങ്കിൽ ഉണ്ടാക്കാം അവിടെ നിന്ന്. ഓരോ കുട്ടികളെയും വെച്ച് നമുക്ക് ഓരോ കഥാപാത്രം സൃഷ്ടിക്കാം, അവർ വലുതായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറയ്ക്കും. കാരണം നമ്മൾ ചെന്ന് ഹെഡ് മിസ്ട്രസിനോട് പറയുമ്പോഴത്തേക്കും അവർ പറയും അവരെങ്ങനെയാണോ അവരെ അങ്ങനെ വിട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനോട് നമ്മളിത് പറഞ്ഞാൽ അവരത് അതേ അളവിൽ എടുക്കണം എന്നില്ല. പാരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി അങ്ങനെയല്ല. അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറ്റാൻ പോണേ? നമ്മളായിട്ട് മാറ്റില്ല. അപ്പം നമ്മൾ ഈ പതിയെ ഓരോന്നിന്ന് ഇങ്ങനെ ഡിറ്റാച്ചഡായി നമുക്ക് മനസ്സിലാവും എത്ര വളർന്നാലും എത്ര ചെറുതായാലും ഓരോരുത്തർക്കും അവരുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ ആ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും, ആ കുട്ടി എന്തെങ്കിലും വയ്യാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവരങ്ങ് മാറിയിരിക്കും. ചില കുട്ടികൾ ഇവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ടീച്ചറെ എനിക്ക് വയ്യ, ടീച്ചറെ എനിക്ക് അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ഇടപെടും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ രണ്ടും ക്രൂഷ്യലാണ്. നമ്മൾ ആ കുട്ടി വയ്യാണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിന് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണം. ഇതൊരു ഒരു ബാലൻസിങ് ആണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, അനാവശ്യ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. കാരണം നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് ചെയ്താലും അവർ പറയണത് നിങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. കൊച്ചു അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കും, ഇത് ടീച്ചറുടെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഞാനാണ് പ്രശ്നക്കാരി. അപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുക, പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നപ്പോഴും പിള്ളേരെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇത്രയും പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അവർക്ക് പഠനത്തിൽ നിന്നും ഒരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ ക്ലാസ്. ഞാൻ ഡാൻസ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർ ബാക്കി ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. ഞാൻ അന്നേരം ഡാൻസ് എടുക്കില്ല. ഞാൻ ആ ടീച്ചറുടെ ബുക്സ് മേടിച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ചുമ്മാ അവരുമായിട്ട് കുറേയും കൂടെ മിങ്കിളാവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ വരില്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെ പഠിപ്പിച്ച കുറേ സീരിയസ് ആയിട്ടുള്ള ടീച്ചർമാരില്ല, മറ്റേ കാറ്റ് പോലെ നമുക്ക് അവർ പഠിപ്പിക്കും. ഇത് കൂടെ ഇങ്ങ് പോകും, മറ്റേ ചുഴലിക്കാറ്റ് പോലെ തിരിച്ച് വരത്തുമില്ല, അന്ന് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരൊന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ ലീവാണോ എന്ന് നമുക്ക് തോന്നില്ലേ. അതെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് വ്യത്യാസം കൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം. അങ്ങനെ ടീച്ചിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പല കാര്യങ്ങളും. എല്ലാവർക്കും അവരുമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. ഈ എവരി വൺ പ്ലീസിങ് പരിപാടി ഉണ്ടായിരുന്നല്ലേ? അത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കതില്ല. തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നവർക്ക് വേണ്ടി ചെയ്യണം, ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം, ഇത് അപ്പന് വേണ്ടി ചെയ്യണം, ഇത് ചേച്ചിക്ക് വേണ്ടി ചെയ്യണം. എനിക്കൊന്നും ഒരു 4-5 കൊല്ലം മുന്നേ നിർത്തി ആ പരിപാടി നിർത്തി. എല്ലാം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാഴ നനയുമ്പോൾ ചീര നനയണ പോലെ അവർക്കും അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സീരിയസ്ലി, വിച്ച് ഇസ് ഗുഡ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വളരും. എന്താ എപ്പോഴും മനസ്സിലാലോചിച്ച് റിപ്പീറ്റഡ്ലി ആലോചിക്കുന്നൊരു ഒരു കോട്ട് ഉണ്ടാവില്ല, ഇപ്പം ലീവ് ലെറ്റ് ലീവ്, അങ്ങനെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഒരു കോട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, നമുക്ക് എത്ര പൈസ ഉണ്ടായാലും എത്ര വെൽത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് 2 കാര്യങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. വൺ ഈസ് ലവ് ആൻഡ് വൺ ഈസ് റെസ്പെക്റ്റ്. അത് നമ്മൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പേഴ്സ്പെക്റ്റീവ് മാറാൻ തുടങ്ങിയത് ആ മൊമെൻ്റ് തൊട്ടാണ്. ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. അത് നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അത് ഏൺ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. ഒരു ദിവസം കൂടെ 2 ദിവസം കൂടെ കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അത് വൺസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല, അത് ലൈഫ് ടൈമാണ്. അതുപോലെ തന്നെയാണ് ലവും. അത് ലവിന് പല ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് ലവ് ആണെങ്കിലും അതും നമ്മൾ ഏൺ ചെയ്തെടുക്കണ്ട. നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ? പൈസ കൊടുത്ത് കിട്ടുന്ന ലവ് ഉണ്ട്. അത് ആ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോകില്ല. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും അത് ഉണ്ടെങ്കിൽ തന്നെ പകുതി നമുക്ക് സമാധാനം കിട്ടും. അപ്പോഴും നമുക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാം. എല്ലാം കറങ്ങി തിരിച്ച് അവിടെ വരുന്നത്. വിഷ്ണുവിന് അങ്ങനെ ലൈഫിൽ എനിക്കൊരു കോട്ട് തരാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു കോട്ട് പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇതൊരു കോട്ടാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയൊരു കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും വിശ്വസിക്കരുത്. അത് ഭയങ്കര വാവ്, ഡീപ്, ദാറ്റ്സ് ഡീപ്, ഹേർട്ടിങ്.
ആരെയും വിശ്വസിക്കരുത്. അത് ഓ ദാറ്റ്സ് ഡീപ്. റിയലി ഡീപ്പ്. ആരെയും വിശ്വസിക്കരുത് ഈസ് വെരി 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 പ്രാക്ടിക്കൽ ഓൾസോ. ഭയങ്കര ഇത് ഇപ്പം ഭയങ്കര പേഴ്സണൽ സ്പേസിലാവാം, പ്രൊഫഷണൽ സ്പേസിലാവാം, പക്ഷേ ആ ഡിറ്റാച്ച്മെൻറ്റ് വേണം. ഡിറ്റാച്ച്മെൻറ്റ് വേണം. അത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് ബിസിനസ്സിലോ ആണെന്നൊക്കെ, പക്ഷെ അല്ല, ഒരാളെയും വിശ്വസിക്കുക. പക്ഷെ അതില്ലേ എനിക്ക് ചോദിക്കാമെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കും കേട്ടോ. അത് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഈ സാധനം കേൾക്കും, നമ്മൾ ചെറുപ്പത്തിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ എന്ത് അല്ലേ, അങ്ങനെ വിഷ്ണു ഏത് പ്രായത്തിൽ എത്തിയിട്ട് ഒരു കാര്യമാണ് ചെറുപ്പത്തിലെ കേട്ടത് അയ്യോ ഇത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നിയത് ഒരു കാര്യം എന്താ? ഇൻഫാക്ച്വേഷൻ ആണത്. അതെങ്ങനെ? അതായത് ഇപ്പം നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നത് അത് നിന്റെ ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ മറ്റേ 6 മണിക്ക് പോകേണ്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇതിനു വേണ്ടിയല്ല ഞാൻ സഹലമോൾ ബസ് പിടിക്കുന്നത്, ഇതിനു വേണ്ടിയല്ല ഞാൻ അത് ചെയ്യുന്നത്. മീൻസ് ഈ ഹോർമോണിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചേഞ്ച് ഇത് മാറും. ഈ ആളുകൾ പറയും ഇത് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് മോനെ, കണ്ണകലുമ്പോൾ മനസ്സകലും എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് എടുക്കില്ല. ഐ വാസ് എ സീരിയസ് ഫിലിം ഓഫ് ഗൗതം മേനോനായിരുന്നു നമ്മുടെ ഓൾ ടൈം ലവ് ഗുരു. അപ്പം അത് ഉണ്ടാവൂല. ഈ അത് ഭയങ്കര കാര്യമായിരുന്നു. ഇൻഫാക്ച്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ട്, അത് ഭയങ്കര സത്യമാണ്. അത് ഭയങ്കര ശരിയാ. ഭയങ്കര വിഷ്ണുവിന് ഒരു ഇന്റർവ്യൂ എടുക്കാം. There is lot of things ഉള്ളിൽ നിന്ന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. അതെ അതെ അതെ. അടിപൊളി. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. താങ്ക് യു സോ മച്ച് വിഷ്ണു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ, പടങ്ങൾ വരട്ടെ, ആൻഡ് ഫിൽമോഗ്രഫിയുടെ അപ്പുറത്ത് അവാർഡ്സ് റെക്കഗ്നേഷൻ ആ ഒരു സെക്ഷൻ കൂടി വരണം. ആൻഡ് IMDbയിൽ ഓരോ ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, അവിടെ പോയി IMDbയിൽ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ മെറിൽ സ്ട്രീപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ആ സമാധാന സ്പേസിലേക്ക് സമാധാനം എത്തട്ടെ ഗ്രേസ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വിഷ്ണുവിൻ്റെ ഗ്രോത്തും ഞാനും കാണുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. താങ്ക് യു. ഇനിയും വലിയ വലിയ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിഷ്ണുവിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കാൻ അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.